ഹായ് വ്യൂവേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം പുതിയ ഒരു സിമ്പിൾ ടെക്കിൻ്റെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാ കൂട്ടുകാരുടെയും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം അറിയാവുന്ന പോലെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ സൈനുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള പിക്ചേഴ്സുകൾ, അതൊക്കെ എങ്ങനെയാണ് പെട്ടെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആ ആപ്പ് ഓപ്പൺ ആക്കി കാണിക്കാം കേട്ടോ. ആ ആപ്പ് ഇവിടെ കിടപ്പുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം നമ്മളുടെ ഫോണിൽ. അപ്പോൾ അത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഡൗൺലോഡിനകത്തിൽ നിന്ന് ഒരു ഫ്രെയിം എടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ഡോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പട്ടിക്കുട്ടികളുടെ ഫോട്ടോ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് ഫോട്ടോ അല്ലെങ്കിൽ സൈന് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇവിടെ അത് കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് കാണാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഐക്കണുകൾ നിങ്ങളെ ഞാൻ കാണിക്കാവുന്നതാണ്. ഇവിടെ കുറേ അധികം ഐക്കണുകളുണ്ട്. അപ്പോൾ ഒത്തിരി റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂളുകൾ വെച്ചിട്ടാണ് നമ്മളിത് ക്രോപ്പ് ചെയ്യണത്. അതുപോലെ തന്നെ ലാസോ ടൂളുകൾ, അങ്ങനത്തെ കുറേ ടൂളുകളുണ്ട്. ഞാൻ എളുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഇതിനകത്തിൽ ഫയൽ, എഡിറ്റ്, ഇമേജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കളറുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. കളറുകളുടെ ഫോണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറ്റാം കേട്ടോ. ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഈ ഫോട്ടോ എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ കിടക്കുന്ന ഈ ടൂൾ വെച്ചിട്ടാണ്, അതായത് നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കുലർ മാർക്യൂ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ക്രോപ്പ് ചെയ്യണത്. അപ്പോൾ ഞാനത് എടുക്കുകയാണ്. ആ ടൂൾ ഓൾറെഡി എടുത്തു. അപ്പോൾ ഒരു പ്ലസ് ചിഹ്നം വരുന്നതായിരിക്കും. ആ പ്ലസ് ചിഹ്നം കണ്ടല്ലോ, ആ പ്ലസ് ചിഹ്നം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവെക്കുക. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ക്രോപ്പ് ചെയ്യുക. ആ പോർഷൻ നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും കുറച്ച് പോർഷൻ മതിയെങ്കിൽ അത്രയും പോർഷൻ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീണ്ടും ഇമേജിൽ പോവുക. ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് ഇവിടെ മേളിലുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിൽ കാണുക. അപ്പം നോക്കുക, ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തിൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ കാണും. അപ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ആ സെലക്ട് ചെയ്ത പോർഷൻ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ബാക്കി ഭാഗം കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ക്രോപ്പ് ചെയ്തു നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പം നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി കാണുക. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഇമേജിനകത്തിൽ പോകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിൻ്റെ സൈസുകൾ മാറ്റി കൊടുക്കാനായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇമേജ് സൈസിൽ പോവുക. കണ്ടോ? അപ്പോൾ ഒരു പുതിയ ഫ്രെയിം നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഫ്രെയിമിലാണ് വിഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള വിഡ്ത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈറ്റ്, നമ്മൾ എപ്പോൾ എടുത്താലും ഹൈറ്റ് എന്ന് പറയുന്നത് കൂടുതലും അതുപോലെ തന്നെ വിഡ്ത്ത് കുറവുമായിരിക്കണം. ഫോട്ടോയ്ക്ക് നമ്മൾ എപ്പോൾ എടുക്കുമ്പോഴും ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം കൂടുതലും വിഡ്ത്ത് എന്ന് പറയുന്ന കാര്യം കുറവുമായിരിക്കണം. അതുപോലെ തന്നെ KB കണക്കുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ സൈനുകൾ എടുക്കുമ്പോൾ, പിക്ചറുകൾ എടുക്കുമ്പോൾ, സൈനൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ സൈനിൻ്റെ ആണെങ്കിലും നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ഫോട്ടോയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സൈന് ഹൈറ്റ് എന്ന് പറയുന്നത് കുറവും വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. മനസ്സിലായോ? ഫോട്ടോയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാനതൊന്നൊരു കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചു തരാം. എത്ര വേണമെങ്കിലും നമുക്ക് സൈൻ കൊടുക്കാം, വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത്, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ചിലയിടത്ത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം, ആ ഒരു ടിക്ക് മാർക്ക് കളഞ്ഞിട്ട് വേണം നിങ്ങളത് മാറ്റാനായിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിക്സൽ നമ്മൾ മാറ്റുന്നതനുസരിച്ച് വിഡ്ത്തും ഹൈറ്റും അതുപോലെ തന്നെ നമ്പേഴ്സ് ഇങ്ങനെ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ ടിക്ക് മാറ്റാം. അതുപോലെ നമുക്ക് വിഡ്ത്തിനകത്തിൽ നമുക്കിപ്പോൾ ഇവിടെ വിഡ്ത്ത് ഒരു 150 കൊടുക്കാവുന്നതാണ് കേട്ടോ. 150 കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂട്ടി കൊടുക്കാം. നോക്കുക ഹൈറ്റ് എത്രയാണെന്ന് നോക്കട്ടെ.
ഹൈറ്റ് വേണമെങ്കിൽ ഒരു 200 കൊടുക്കാം. ഹൈറ്റ് എപ്പോഴും കൂടിയിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയുടെ ചേഞ്ചസ് വരുന്നത് എന്നിട്ട് ഓക്കെ കൊടുക്കുക കേട്ടോ. കണ്ട ആ ഫോട്ടോയുടെ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഫോട്ടോയിലാണെങ്കിലും സൈനിലാണെങ്കിലും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് സൈൻ വെച്ചിട്ട് വേണമെങ്കിലും കാണിക്കാം കേട്ടോ. സൈൻ വെച്ചിട്ട് അടുത്ത ഒരെണ്ണം കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ ഒരു സൈൻ ഇങ്ങനെ എടുത്താണ് കേട്ടോ. എൻ്റെ സൈനൊന്നും അല്ല ഇത്, ചുമ്മാ ഒരു സൈൻ കിടന്നത് എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ ക്രോപ്പ് ചെയ്താണ്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ മേളിൽ കിടപ്പുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ വീണ്ടും ഇമേജ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകുന്നു. അതിന് മുമ്പ് നമ്മൾ ക്രോപ്പ് ചെയ്യണം കേട്ടോ, ഞാനത് മറന്നു. നമ്മുടെ മറ്റേ റെക്റ്റാങ്കുലറിൻ്റെ മാർക്ക് ടൂളുണ്ട്, അത് കൊണ്ടുവെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് പ്ലസ് സൈനാണ് നമ്മൾ ആ ഒരു സൈനിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുക. ആ പോർഷൻ അത്രയും നമുക്ക് വീണ്ടും നമ്മൾ ഇമേജിലേക്ക് പോവുക, ക്രോപ്പ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സൈസ് കൂട്ടി എടുക്കാത്തായിട്ട്. അപ്പോൾ സൈസ് കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, സൈൻ എന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും നിങ്ങൾ ഹൈറ്റ് കുറവും വിഡ്ത്ത് കൂടുതലും ആയിരിക്കണം. എക്സാമ്പിൾ, ഇപ്പം ഇവിടെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ 150 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, 100 ആക്കി ഞാൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈനിൻ്റെ ആ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമുക്ക് സൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നീളക്കുറവും വീതി എപ്പോഴും കൂടുതലായിരിക്കണം. അപ്പോൾ അത് ഞാനിവിടെ ഓക്കെ കൊടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ സൈൻ അത്രയും നമുക്ക് സെലക്ട് ആയി. വീണ്ടും നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ഫയലിൽ പോയിട്ട് നമ്മൾ സേവ് ചെയ്യണം. നമ്മൾ എടുത്തിട്ടുള്ള മുമ്പ് എടുത്ത ഫോട്ടോ ഞാനത് സേവ് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെ അടുത്ത സൈനൂടെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ നമ്മളത് വീണ്ടും നമ്മൾ ഫയലിൽ പോവുക. നിങ്ങൾ സിമ്പിൾ മെത്തേഡാണിത് കേട്ടോ. അപ്പോൾ ഫയലിൽ പോവുക, നിങ്ങൾ സേവസ് കൊടുക്കുക. സേവസ് കൊടുക്കുമ്പോൾ ഒരു ഫോൾഡർ ഇങ്ങനെ വരുന്നതായിരിക്കും, കാണിക്കാവേ. അപ്പം നിങ്ങൾ ഒരു ഫോൾഡർ എടുക്കുകയാണ്. അപ്പോൾ ആ ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഫയൽ നെയിം എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് ഇവിടെ താഴെയായിട്ട് കാണുന്നുണ്ട് കുറേ സൈൻസും സംഭവങ്ങളും. അതിൽ JPEG തന്നെ ആയിരിക്കും. ചിലപ്പോൾ PDF ആണ് നിങ്ങൾക്ക് ഫോർമാറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് മാറ്റി. അപ്പോൾ PDF-ൻ്റെ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. JPEG-ലാണ് നമ്മൾ എപ്പോഴും ഫോട്ടോയിലും സൈനാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. അങ്ങനത്തെ നിങ്ങൾ ആപ്ലിക്കേഷനൊക്കെ അയക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൽ തന്നെ പറയും, ആ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് പറയും എത്ര സൈൻ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ എത്ര KB എത്ര വെച്ചിട്ടാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങളോട് അതിന് പറയും. ഞാനിപ്പോൾ ഇവിടെ ഒരു പേരിൽ ചുമ്മാ ഒരു പേരിൽ കൊടുത്തിട്ടുണ്ട്, അത് സേവ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിലോ ഡോക്യുമെൻറ്റിൽ വേണമെങ്കിലോ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഓൾറെഡി അത് ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ഫയൽ കൊടുത്ത് അതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ബാക്കി ഒത്തിരി ടൂളുകളുണ്ട് കേട്ടോ. ഇത്രയും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും എററുകൾ വരുത്താനും ഒക്കെ കുറേ ടൂളുകളുണ്ട്. അപ്പം അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. ലെയറുകൾ മാറ്റാൻ, ടൈപ്പ്, സെലക്ട്, ഫിൽറ്റർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളറ് ഈ ഭാഗത്തായിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. കളറ്, അതുപോലെ ആഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സേവസ് കൊടുക്കുക. അത് ഫോൾഡറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഫോൾഡറിൽ ഇടാവുന്നതാണ്. അപ്പം അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തണം. ലൈക്ക് എല്ലാ കൂട്ടുകാരും തരിക. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ ഇന്നത്തേനെ എല്ലാ കൂട്ടുകാർക്കും വണക്കം. നാളെ എല്ലാവരെയും കാണാം കേട്ടോ. ബൈ.